ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മച്ചി കിച്ചൺ. ഇന്ന് നമുക്ക് ഓണത്തിന് വിഭവമായ ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഇഞ്ചിക്കറി ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കും. അതുപോലെ ഞാനും ഇന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഇഞ്ചി വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബോർഡർ വെച്ച് തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ ഇതിൽ കനത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ കൊച്ചുള്ളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ കായപ്പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഇടാം. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നല്ല ആകുന്ന വരെ വറുത്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിന് നമുക്ക് വറക്കാൻ തുടങ്ങും. ഇനി നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇച്ചിരി ഒരുവിധം നന്നായിട്ട് എണ്ണ ഒഴിക്കണം, കാരണം അത് നന്നായിട്ട് മൂത്ത് വരണം. ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത്ര ഒഴിക്കും. എണ്ണ ചൂടായി, നമുക്കതിലേക്ക് ഇടാം ഇഞ്ചി ഇടാം. ഇഞ്ചി നല്ല തിന്നായിട്ട് അരിഞ്ഞാൽ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇച്ചിരി ഒരുവിധം ഒന്ന് വെള്ളം പറ്റുമ്പോഴേ ഇളക്കാൻ തുടങ്ങാവൂ. ഇപ്പം നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലും കൂടുതൽ എണ്ണ ഒഴിച്ച് വറുത്ത് കോരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതിന് നെഹക്കാൻ ഭാഗത്തിന് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇഞ്ചി ഏകദേശമായി വരുന്നുണ്ട്. ചെറിയ പീസസൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായി ഇടയ്ക്കൊക്കെ ചേർത്ത് ഉണ്ട്. അതിനെ നമുക്ക് നീക്കിയിട്ട് എണ്ണയിലോട്ടിട്ട് വറക്കാം. ഇച്ചിരി കൂടെ ആകുമ്പോൾ കോരിയെടുക്കാം. ഇഞ്ചി നന്നായിട്ട് മൂത്തു. അഥവാ ഇടയ്ക്ക് ഒന്നോ രണ്ടോ കിടപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഉള്ളി വറക്കുമ്പം ഉള്ളിയുടെ ലാസ്റ്റിലോട്ട് അങ്ങിട്ട് കൊടുത്താൽ മതി. ഇതിപ്പം നന്നായിട്ടായിട്ടുണ്ട്. 1-2 എണ്ണം ഉണ്ട്, അത്രേ ഉള്ളൂ. നമുക്കിനി കോരിയെടുക്കാം. സെയിം എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഉള്ളി ഇട്ട് വറുത്തെടുക്കാം. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില, ഇത്രയും സാധനം നല്ലത്. അപ്പോൾ നമ്മൾ ഇഞ്ചി വറക്കുമ്പം എന്തെങ്കിലും ഇഞ്ചി മൂക്കാത്തായിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഇതൊരു പകുതിയാവുന്നതുകൊണ്ട് കിട്ടാൻ മതി. പക്ഷേ ഇതിനകത്ത് എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 1-2 എണ്ണം ഉണ്ടെന്ന്, പക്ഷേ എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് മിക്സിയിലിട്ട് ഒന്നിച്ച് പൊടിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്തു. അതിനെ നമുക്കിനി മാറ്റി വയ്ക്കാം. ഇച്ചിരി നിരത്തി വെക്കണം, ഇച്ചിരി ക്രിസ്പി ആകട്ടെ. ഇപ്പം തന്നെ നല്ല കിലുകിലാന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചി ഉള്ളിയൊക്കെ അതൊക്കെ നല്ല കിലുകിലാന്നായി നല്ലതായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഒത്തിരി അങ്ങ് അരഞ്ഞാൽ അങ്ങ് കൊഴുത്തു പോകും കറി. ഇതിപ്പോൾ നല്ല ഒരു തരിതരിയായിട്ട് കിടക്കും. പിന്നെ അതൊന്ന് അടിച്ചിട്ട് വരാം. നല്ല തരിതരിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പൊടിഞ്ഞു പോകല്. ഇത് നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിക്കറിക്ക് വേണ്ട മുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. സെയിം പാനിലെ എണ്ണയാണ്. ഇത്ര എണ്ണ മിച്ചമുണ്ട്. ഇത്ര നമ്മളിരിക്കട്ടെ, ഇത്രയും വേണം. എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പം അല്പം കറിവേപ്പില. ഇനി തീ കുറച്ച് വയ്ക്കാം. കടുക് നന്നായിട്ട് പൊട്ടി. ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാൻ നേരം. പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണും ഇത് നോർമൽ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്ര എരിവ് വേണ്ടെങ്കിൽ ഇടണ്ട, ഞാൻ ഒരുവിധം എരിവ് ചേർക്കുന്നുണ്ട്. അല്പം മല്ലിപ്പൊടി. തീ വളരെ കുറച്ച് വെച്ചേക്കും, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും. മുളക് പൊടി നല്ലതായിട്ട് മൂത്തു. നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്, കളറൊക്കെ മാറി തുടങ്ങി. ഇനി നമുക്ക് ഒന്നിൽ പുളി പിഴിഞ്ഞതിലേക്കും ഒഴിക്കാം. ഞാൻ പക്ഷേ ഇതങ്ങോട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇട്ടൊന്ന് അതിൻ്റെ മുളകിൻ്റെ കൂടെ ഒന്ന് ചേർത്തിട്ട്, അഥവാ ഇച്ചിരി വല്ലതും മൂക്കാത്ത വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് ആയിക്കോളൂ. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളി ഒഴിക്കാം. വാളംപുളി ഒരു നാരങ്ങ വലുപ്പത്തിലെടുത്ത് പിഴിഞ്ഞ് വെച്ചതാണ്. നോക്കിയിട്ട് പുളി വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഇത്ര മതിയാവും തോന്നുന്നു. അഥവാ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ്. അതൊന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാൻ മിക്സിയിലെ വെള്ളം. പിന്നെ ശർക്കര ചിലർക്കൊക്കെ നല്ല മധുരം ഇഷ്ടമാണ്, ചിലർക്ക് തീരെ മധുരം കുറവാണ്. ഞാനിവിടെ ആദ്യം ചേർക്കുന്നില്ല, ചെറിയൊരു പീസൊക്കെ ചേർക്കുന്നുള്ളൂ. അത് നല്ല ചക്കര, അത് കാരണം അങ്ങനെ മുഴുവനായിട്ടിട്ടത്. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ.
ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടപ്പം കായപ്പൊടി ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഇച്ചിരി കായപ്പൊടി കൂടി ചേർക്കാം. ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഉപ്പും പുളി എരിവും മധുരവും എല്ലാം കൂടെ നല്ല ബാലൻസായി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിരുന്ന് ഇച്ചിരി നേരം കൂടെ, ഇപ്പം നല്ല ചൂടായിട്ട് ഇച്ചിരി നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി നന്നായിട്ട് കുറുകി വരും. ഇപ്പോഴും നല്ല കൊഴുപ്പുണ്ട്. അങ്ങനെ എല്ലാവരും ഇഞ്ചിക്കറി ഓണത്തിന് ഉണ്ടാക്കണം. എല്ലാവരും ഉണ്ടാക്കുമെന്ന് അറിയാം, എന്നാലും എല്ലാവരും ഉണ്ടാക്കുമെന്ന് അറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു വിഭവമായി കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.